ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർദ്ധരാത്രിയിൽ മൃതദേഹവുമായി പ്രതിഷേധം. പുന്നപ്ര സ്വദേശിനി ഉമായിബയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ചാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചത്. പരാതി അന്വേഷിക്കാമെന്ന ആശുപത്രി സൂപ്രണ്ടിന്റെ ഉറപ്പിലാണ് പുലർച്ചെ പ്രതിഷേധം അവസാനിപ്പിച്ച മൃതദേഹവുമായി ബന്ധുക്കൾ മടങ്ങിയത്. എന്റെ ഉമ്മയെ മനഃപൂർവ്വമായി കൊന്നതാ. അവർക്ക് 100% അറിയാം ഇത് എവിടെ ചെന്ന് നിൽക്കും. ഇവിടുന്ന് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ മട്ടത്തിനിട അങ്ങനെയാടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ആരിസ്റ്റോട്ട് ഉൾപ്പെടെ സംസാരിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയായിരുന്നു മട്ടത്തിൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലായിരുന്നു അർദ്ധരാത്രി പ്രതിഷേധം അരങ്ങേറിയത്. പക്ഷാഘാതം വന്നതിനെ തുടർന്ന് 24 ദിവസം മുൻപ് പുന്നപ്ര അഞ്ചൽ വീട്ടിൽ ഉമൈബ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും പനി ബാധിച്ച് വീണ്ടും ആശുപത്രിയിലെത്തി. ഈ 24 ദിവസത്തിനിടെ 3 തവണ കിടത്തി ചികിത്സയ്ക്ക് വിധേയയായി. പനി നിലവിട്ടതോടെ ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. കോട്ടയത്തെത്തിച്ചെങ്കിലും ഇന്നലെ രാത്രി ഉമൈബ മരിച്ചു. തുടർന്നാണ് ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും മൃതദേഹവുമായി അർദ്ധരാത്രിയോടെ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചത്. ഇവിടെ ഈ വണ്ടാന ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റ് ഒന്നുകിൽ ഒച്ച ഉയർത്താൻ കെൽപ്പുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പിടിപാടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്യൂറോക്രസിയിൽ പിടിപാടുള്ളവരായിരിക്കണം. പട്ടിയുടെ വില അല്ലെങ്കിൽ പട്ടിയുടെ വില. ആശുപത്രി സൂപ്രണ്ട് എത്തി അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടെന്ന പരാതി വർദ്ധിച്ചു വരികയാണ്. 2 ആഴ്ചക്കിടെ 2 പേരാണ് ചികിത്സാ പിഴവ് മൂലം മരിച്ചെന്ന് പരാതി ഉയർന്നത്. പുറക്കാട് കരൂർ സ്വദേശി ഷിബിന പ്രസവാനന്തര ചികിത്സയ്ക്കിടെ അണുബാധയേറ്റു മരിച്ചു. CPIM ബ്രാഞ്ച് സെക്രട്ടറി അൻസാറിന്റെ ഭാര്യ ഷിബിന മരിച്ചത് ആശുപത്രിയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. റിപ്പോർട്ടർ, ആലപ്പുഴ.